ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ. ഞാനിന്ന് കാണിക്കാൻ പോകുന്നത് ഒരു സിമ്പിൾ നെക്ക് ഡിസൈനാണ്. അതായത് ഒരു ബോട്ട് നെക്ക് ഡിസൈനാണ് കാണിക്കാൻ പോകുന്നത്. ഈവൻ ബിഗിനേഴ്സിന് ചെയ്യാൻ പറ്റിയൊരു നെക്കാണത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകുന്നതിൻ്റെ മുന്നേ എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു ക്യാൻവാസ് പേപ്പറാണ്. അപ്പോൾ നമുക്ക് ആദ്യം നെക്ക് വിഡ്ത്താണ് മാർക്ക് ചെയ്യേണ്ടത്. ഇതൊരു ബോട്ട് നെക്ക് ആയതുകൊണ്ട് അത്യാവശ്യം വിഡ്ത്ത് ഉണ്ടാവും, ലെങ്ത്ത് കുറവാണ്. അപ്പോൾ ഞാനൊരു 4 ഇഞ്ചാണ് വിഡ്ത്ത് എടുക്കുന്നത്. നമുക്കിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് ലെങ്ത്ത് എന്ന് പറയുന്നത് 4 ഇഞ്ചാണ് ലെങ്ത്ത് എടുക്കുന്നത്. ഇതൊന്ന് നമുക്ക് വരച്ചു കൊടുക്കാം. ഇനി ഇതൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കണം. അപ്പം നമുക്ക് പ്രോപ്പർ ബോട്ട് നെക്ക് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്കൊരു 4 ഇഞ്ച് ഈ ഒരു കോർണറിൽ നിന്ന് മാർക്ക് ചെയ്ത് കൊടുക്കും. ഇതിങ്ങനെ ഒന്ന് നമുക്ക് വരച്ചു കൊടുക്കാം. ഇവൻ ഈ ഒരു കോർണറിൽ നിന്നും നമ്മൾ ഒരു 4 ഇഞ്ച് മാർക്ക് ചെയ്യുക. എന്നിട്ട് ഇങ്ങനെ ഒന്ന് വരച്ചു കൊടുക്കുക. ഇതൊന്ന് കർവ് ചെയ്തെടുക്കുക. ഇനി നമുക്ക് ഇവിടുന്ന് താഴത്തോട്ടൊരു 3 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്കിതൊന്ന് ഒരു 4 ഇഞ്ചിൻ്റെ ഡിഫറൻസിൽ നമ്മൾ ഇതൊന്ന് വരച്ചു കൊടുക്കുക. ഇങ്ങനെ ഒരു ട്രയാങ്കിൾ ഷേപ്പാക്കി കൊടുക്കുക. ഇനി നമുക്ക് ഇവിടെ നിന്നൊരു 2 ഇഞ്ച് വീതിയിൽ കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഇതൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. നമ്മളിവിടെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് കട്ട് ചെയ്തെടുക്കുക. നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മളുടെ നെക്കിൻ്റെ ഷേപ്പ് വരുന്നത്. ഇനി ഞാനിവിടെ ഓൾറെഡി കുർത്തി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഫ്രണ്ട് ആൻഡ് ബാക്കും അതേപോലെ ലൈനിങ്ങും ഞാനിവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഈ ലൈനിങ് ഈ ഒരു ഫ്രണ്ടിൻ്റെയും ബാക്കിൻ്റെയും ഇതിൽ നമ്മളൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. റോങ് സൈഡിൽ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക. പിന്നെ നമ്മളുടെ നെക്ക് ഞാനിവിടെ ഒരു ക്ലോത്തിൽ അയൺ ചെയ്ത് സൈഡെല്ലാം സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ ഫ്രണ്ട് പോർഷൻ കുർത്തീൻ്റെ ബാക്ക് സൈഡിൽ, അതായത് ചീത്ത വശത്ത് ലൈനിങ്ങിൻ്റെ നല്ല വശം വെച്ച് പതിച്ച് സ്റ്റിച്ച് ചെയ്തെടുത്തതാണത്. ഇനി നമുക്കിതിൻ്റെ മിഡിൽ കണ്ടിട്ട്, അതായത് ഈ കുർത്തീൻ്റെ ഒരു മിഡിൽ കാണാം. ഈവൻ നമ്മളുടെ ഈ ഒരു പാറ്റേണിൻ്റെയും മിഡിൽ കണ്ടിട്ട് നമുക്കിവിടെ ഒന്ന് പിന്ന് കുത്തി കൊടുക്കാം. നമ്മൾ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്, മൂവ് ആവാതെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് നെക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഈ ഒരു പോയിന്റിലെത്തുമ്പോൾ വളരെ പതുക്കെ സ്റ്റിച്ച് ചെയ്യുക. ഇവിടെ കുത്തി നിർത്തിയിട്ട് വേണം മറ്റേ സൈഡിലേക്ക് മൂവ് ചെയ്യാൻ. അപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് കട്ട് ചെയ്തെടുക്കണം.
ഇനി ഇതിൻ്റെ മിഡിലിൽ പതുക്കെ കട്ട് ചെയ്യുക. ചെറിയ സ്ലാഷസ് ഇട്ട് കൊടുക്കുക. ഇതിൻ്റെ എഡ്ജിലായിട്ട് ഈ ഒരു പോയിന്റിൽ നമ്മൾ ഇതൊരു കർവ് ഷേപ്പിൽ കട്ട് ചെയ്യുക. ഇതൊന്ന് മറിച്ചെടുക്കണം. നമ്മൾ മറിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിന് നമുക്കൊരു ഡോരി റോപ്പ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, ലൂപ്പ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം ഞാൻ സ്റ്റിച്ച് ചെയ്തതിന് ശേഷമാണ് ഈ ലൂപ്പ് വെച്ച് കൊടുക്കുന്നത്. കറക്റ്റ് എവിടെയാണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ചെയ്യുന്നത്. അപ്പം നമ്മൾ ലൂപ്പ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഒരു പാകത്തിന് നമ്മൾ വെച്ച് നോക്കുക. എന്നിട്ട് ആ ഒരു പോയിന്റിൽ മാത്രം ഞാനിപ്പോൾ ഈ ലൂപ്പ് വെക്കുന്നത് റൈറ്റ് സൈഡിലാണ് ലൂപ്പ് വെക്കുന്നത്. അപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്തതിൻ്റെ അവിടുന്ന് കുറച്ച് കട്ട് ചെയ്തെടുത്തിട്ട് വേണം സ്റ്റിച്ച് ചെയ്ത ആ ഒരു പോയിൻ്റ് സ്റ്റിച്ചൊന്ന് പൊട്ടിച്ചതിൻ്റെ ശേഷം നമ്മൾ ഈ ലൂപ്പ് ഒന്ന് ഉള്ളിലേക്ക് വെച്ച് നോക്കാം. ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ വേണം ഫേസ് ചെയ്യാൻ. ഈ ഒരു സ്റ്റിച്ച് പൊട്ടിച്ച് അവിടെ നമ്മളൊന്ന് വെച്ച് നോക്കുക. അപ്പോൾ ഈ ഒരു നമ്മളെ ബട്ടൺ ഏത് സൈസാണോ ആ ഒരു സൈസിനനുസരിച്ചുള്ള ലൂപ്പ് വേണം. അപ്പോൾ നമ്മൾ മെഷർമെൻറ്റ് നോക്കിയിട്ട് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഞാനിവിടെ കട്ട് ചെയ്ത് ഇനി ഇതിൻ്റെ ഉള്ളിലേക്ക് ഈ ഒരു ലൂപ്പ് ഇങ്ങനെ വെച്ചിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് ഫേസ് ചെയ്തിട്ട് നമ്മളിവിടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക മാത്രമേ ഉള്ളൂ. എടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മളുടെ ലൂപ്പ്. ഇനി നമുക്കിവിടെ ഒരു ബട്ടൺ വെച്ചിട്ട് ഈ ഒരു സൈഡിൽ ലെഫ്റ്റ് സൈഡിൽ നമുക്ക് ബട്ടൺ വെച്ച് കൊടുക്കുക. അതിൻ്റെ ഉള്ളിലേക്കായിട്ട് ഈ ലൂപ്പ് ഇട്ടിട്ട് ലോക്ക് ചെയ്തെടുക്കുക. അങ്ങനെ നമ്മുടെ ബട്ടൻ്റെ സൈസിനനുസരിച്ച് വേണം ഈ ലൂപ്പിൻ്റെ സൈസ് നമ്മൾ ഡിസൈഡ് ചെയ്യാൻ. അപ്പം ഞാനിവിടെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മളുടെ നെക്ക് ഡിസൈൻ വരുന്നത്. വളരെ സിമ്പിളായിട്ട് ഈവൻ ബിഗിനേഴ്സിന് ചെയ്തെടുക്കാൻ പറ്റിയൊരു ഡിസൈനാണിത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ നോട്ടിഫിക്കേഷൻ കിട്ടാൻ ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.